നിരോധിക്കപ്പെട്ട കോഡ്, ദ ടിൻഡെയിൽ ഫയൽ, ദി പ്രോമിസ്. സ്ഥലം ഇംഗ്ലണ്ട്, 1523. ഇരുട്ട് കട്ടിയുള്ള കാലം. സ്ഥിതി: രാജാവിൻ്റെയും സഭയുടെയും നിയമം തീർപ്പാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ ലത്തീൻ എന്ന അതീവ രഹസ്യ കോഡിൽ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. സാധാരണക്കാർക്ക് പ്രവേശനമില്ല. നമ്മുടെ ഹീറോ വില്യം ടിൻഡെയിൽ, പല ഭാഷകളുടെ കോഡ് ബ്രേക്കർ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ നിഗൂഢ കോഡ് സാധാരണക്കാരുടെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റി എഴുതുക. ഈ ദൗത്യം രാജ്യദ്രോഹത്തിൻ്റെ അതിർവരമ്പിലാണ്. അവർ ഭയക്കുന്നത് വാക്കുകളെയാണ്. സത്യം വെളിച്ചം കാണാൻ എനിക്ക് സാധിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും താഴ്ന്നവന് പോലും അവരുടെ അധികാരം ചോദ്യം ചെയ്യാൻ സാധിക്കും. ടിൻഡെയിൽ ലണ്ടനിലെ ബിഷപ്പ് ടൺസ്റ്റലിനെ സമീപിച്ചു, അവസാനത്തെ ഔദ്യോഗിക പഴുതിനായി. പക്ഷേ അധികാരം ഭയത്തിന്റെ മതിൽ കെട്ടി. ടൺസ്റ്റൽ പറഞ്ഞു, ഇവിടെ ഇടമില്ല, നിങ്ങളൊരു ഭീഷണിയാണ്. ടിൻഡെയിലിന് ഒരു കാര്യം മനസ്സിലായി. ഇംഗ്ലണ്ട് ഒരു കെണിയാണ്. ദ ട്രാപ്പ്, ദ എസ്കേപ്പ് റൂട്ട്. 1524 കോഡ് ബുക്ക് സുരക്ഷിതമായി അച്ചടിച്ച് രാജ്യത്തേക്ക് കടത്തുക. ടിൻഡെയിൽ പേരും രൂപവും മറച്ച് കടൽ കടന്നു. അദ്ദേഹം തേടിയത് യൂറോപ്പിലെ രഹസ്യ പ്രിന്റിംഗ് പ്രസ്സുകളാണ്. ഹാംബർഗ്, വിറ്റൻബർഗ്, ഓരോ നഗരവും ഒരു ഒളിത്താവളമായിരുന്നു. കോളോൺ രാത്രി. ഒരിടുങ്ങിയ അച്ചടിശാല. പേപ്പറുകൾ അതിവേഗം പ്രസിൽ കയറുന്നു. എല്ലാം പ്ലാൻ അനുസരിച്ച് നടക്കവേ ഒരു ചാരൻ വിവരം ചോർത്തി. കത്തോലിക്ക ഏജന്റ് ജോഹാൻ കോക്ലിയസ് ടിൻഡെയിലിന്റെ നീക്കം മനസ്സിലാക്കി. ടിൻഡെയിൽ ഓടി. ഗ്രീക്ക് കോഡുകളും അച്ചടിച്ച പാതിവന്ത ഷീറ്റുകളുമായി. ഓരോ നേടിലും ശത്രുവായിരുന്നു. അവസാനം വോംസിൽ വെച്ച് 1526 രഹസ്യ കോഡ് പൂർണ്ണമായി അച്ചടിച്ചു. അതൊരു പോക്കറ്റ് ബുക്കിന്റെ രൂപത്തിലായിരുന്നു. വേഗം ഒളിപ്പിക്കാൻ 1526 ഇൻഫിൽട്രേഷൻ, ദ സ്മഗ്ലിംഗ് ഓപ്പറേഷൻ. കോഡ് ബുക്കുകൾ ഇംഗ്ലണ്ടിലേക്ക് കടത്താനുള്ള ശ്രമം ആരംഭിച്ചു. തുറമുഖം, ബാരലുകൾ, തുണികളുടെ കെട്ടുകൾ, അതിനുള്ളിൽ സൂക്ഷ്മമായി പാക്ക് ചെയ്ത പുസ്തകങ്ങൾ. ഓരോ പാഴ്സലും ഒരു ബോംബ് പോലെ അപകടമായിരുന്നു. ഇംഗ്ലണ്ടിലെ അധികാര കേന്ദ്രം ഭ്രാന്തെടുത്തു. ബിഷപ്പ് ടൺസ്റ്റൽ ബൈബിളുകൾ പൊതുസ്ഥലത്ത് കത്തിച്ചു. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: കോഡ് നശിപ്പിക്കുക. അവർ തീയിട്ടു. പക്ഷേ കത്തിച്ചത് പേപ്പറുകളായിരുന്നില്ല. അത് ഓരോ സാധാരണക്കാരന്റെ മനസ്സിലും പടരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ആശ്രയമായിരുന്നു. ടിൻഡെയിൽ ഇതിനിടയിൽ പഴയ നിയമത്തിന്റെ കോഡിംഗ് ഹീബ്രുവിൽ നിന്ന് ആരംഭിച്ചു. അദ്ദേഹം കൂടുതൽ അപകടകാരിയായി. വിപ്ലവകരമായ വാക്കുകൾ: റിപ്പൻഡൻസ്, മനസ്സുമാറ്റം; കോൺഗ്രിഗേഷൻ, കൂട്ടായ്മ. അദ്ദേഹത്തിന്റെ വാക്കുകൾ സഭയുടെ അധികാര ഘടനയെ തകർത്തെറിഞ്ഞു. ഈ പുതിയ കോഡുകൾ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ പോന്നവയായിരുന്നു. രാജാവ് ഹെൻറി 8 ചാരന്മാർ യൂറോപ്പിൽ വ്യാപിച്ചു. ടിൻഡെയിൽ ഒരു മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലായിരുന്നു. വേട്ട തീവ്രമായി. ദ ഡബിൾ ഏജന്റ്, ദ ട്രാപ്പ് ഈസ് സ്ട്രോങ്. ടിൻഡെയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇംഗ്ലീഷ് വ്യാപാരികളുടെ ഒരു സുരക്ഷിത കോമ്പൗണ്ടിലായിരുന്നു. സ്ഥലം ആൻഡ്വേർപ്പ്, 1535. അപ്പോഴാണ് കളത്തിലിറങ്ങിയ ഹെൻറി ഫിലിപ്സ് എന്ന ഇരട്ടച്ചാരന്റെ എൻട്രി. മധുരമായ വാക്കുകളുമായി ഫിലിപ്സ് ടിൻഡെയിലിന്റെ വിശ്വാസം നേടിയെടുത്തു. ഫിലിപ്സിന്റെ മുഖം ഒടുവിൽ വഞ്ചനയുടെ ചിരി വിടരുന്നു. ഒരു സുപ്രഭാതത്തിൽ ചതിക്കപ്പെട്ട ടിൻഡെയിൽ കോമ്പൗണ്ടിന് പുറത്തിറങ്ങി. അക്ഷരാർത്ഥത്തിൽ അടുത്ത നിമിഷം തന്നെ ഇംപീരിയൽ പോലീസ് അദ്ദേഹത്തെ വളഞ്ഞു. വിലങ്ങുകൾ വീഴുന്നു, കണ്ണുകളിൽ വേദന. ടിൻഡെയിലിനെ വിൽവാഡെ കാസ്റ്റിലെ തടവറയിലേക്ക് വലിച്ചിഴച്ചു. 16 മാസത്തിൽ ഏകാന്തത. തണുത്തുറഞ്ഞ ഇരുട്ടിൽ മരണം കാത്തിരിക്കുമ്പോഴും അദ്ദേഹം അവസാനമായി ആവശ്യപ്പെട്ടത് ഒരു മെഴുകുതിരിയും ഒരു പഴയ കമ്പിളി വസ്ത്രവും ഒരു ഹീബ്രു ബൈബിളുമായിരുന്നു. അദ്ദേഹം മനസ്സിൽ കൂടെ പറഞ്ഞു, ഈ ജോലി പൂർത്തിയാക്കിയേ മതിയാവൂ. ദ ഫൈനൽ കേസ്, അവസാനത്തെ കാഴ്ച. സ്ഥലം വിൽവാഡെ കാസ്റ്റിൽ, 1536 ഒക്ടോബർ മാസം 6-ാം തീയതി. പ്രഭാതം. അന്തരീക്ഷത്തിൽ കനത്ത തണുപ്പും ഭയവും തളം കെട്ടി നിൽക്കുന്നു. വിൽവാഡെ കോട്ടയുടെ കവാടം. ഒരു വലിയ ആൾക്കൂട്ടം നിശബ്ദരായി നിൽക്കുന്നു. മധ്യത്തിൽ കുരിശാകൃതിയിലുള്ള ഒരു തൂക്കുമരം. അതിനു താഴെ
വിറക് കൂമ്പാരും. വിലങ്ങുവെച്ച് ടിൻഡേലിനെ പതുക്കെ നടത്തി വരുന്നു. 16 മാസത്തെ തടവറ അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. കണ്ണുകളിൽ സത്യം കണ്ടതിന്റെ ശാന്തമായ തീക്ഷ്ണതയുണ്ട്. അധികാരി പറഞ്ഞു, ഇവൻ സഭയുടെ ശത്രുവാണ്. ഇവൻ ദൈവത്തിന്റെ വാക്കുകൾ മോഷ്ടിച്ച് സാധാരണക്കാരുടെ ഭാഷയിലേക്ക് മാറ്റി വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിച്ചു. ടിൻഡേലിനെ തൂക്കുമരത്തിൽ കയറ്റുന്നു. കഴുത്തിൽ ഇരുമ്പ് ചങ്ങല മുറുകുന്നു. അവസാനമായി സംസാരിക്കാൻ അവസരം നൽകുന്നു. ടിൻഡേൽ ആൾക്കൂട്ടത്തെ നോക്കുന്നു. ഓരോ കണ്ണിലും ഭയം, ചില കണ്ണുകളിൽ രഹസ്യമായി ഒളിപ്പിച്ച പ്രതീക്ഷ. തികച്ചും നാടകീയമായ നിമിഷങ്ങൾ. ടിൻഡേൽ തന്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. ആ നിമിഷം ആൾക്കൂട്ടം ശ്വാസമടക്കി പിടിച്ച് ഒരു പ്രതിരോധവും ഇല്ലാത്ത, എന്നാൽ പർവ്വതം പോലെ ഉറച്ച ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ലോർഡ്, ഓപ്പൺ ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്സ് ഐസ്. നാഥാ, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണുകൾ തുറക്കണേ. ആ നിമിഷം തന്നെ അധികാരിയുടെ ആജ്ഞ മുഴങ്ങി. ഇരുമ്പ് ചങ്ങല ഞെങ്ങി ടിൻഡേലിന്റെ കഴുത്തൊടിഞ്ഞ് ശരീരം തളർന്ന് താഴേക്ക് തൂങ്ങി. തീ ആളിപ്പടരുന്നു. കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നു. ആൾക്കൂട്ടം ഭയത്തോടെ പിരിഞ്ഞു പോകുന്നു. പക്ഷേ ആ വാക്കുകൾ അവിടെ ശേഷിച്ചു. ടിൻഡേലിന്റെ ശരീരം വെന്തുരുകി. പക്ഷേ ആ വാക്കുകൾ അപ്പോഴേക്കും അന്തരീക്ഷത്തിൽ ലയിച്ച് ഇംഗ്ലണ്ടിലെങ്ങും കാട്ടുതീ പോലെ പടർന്നു കഴിഞ്ഞിരുന്നു. ഒരു രാജ്യത്തിന്റെ അന്ധതയ്ക്ക് അറുതി വരുത്തി ഒരു മനുഷ്യന്റെ ത്യാഗം. വാക്കുകളുടെ അനശ്വരമായ വിളവെടുപ്പ്. ടിൻഡേൽ തന്റെ ജീവൻ നൽകിയതിന് ശേഷമാണ് സത്യം വിജയിച്ചത്. വെറും 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പരിഭാഷകൾക്ക് രാജകീയ അംഗീകാരം ലഭിച്ചു. KJV ബൈബിളിലൂടെ 1611 അദ്ദേഹത്തിന്റെ 80% വാക്കുകൾ അനശ്വരമായി. ടിൻഡേലിന്റെ ഈ പരിഭാഷ വിപ്ലവം യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ദൈവത്തിന്റെ വാക്കുകൾ മാതൃഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യണമെന്ന പ്രബലമായ ചിന്തയ്ക്ക് ലോകമെമ്പാടും പ്രചോദനമായി. ടിൻഡേൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ചെയ്ത അതേ മഹത്തായ ദൗത്യമാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറം കേരളത്തിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് വേണ്ടി സംഭവിച്ചത്. ലത്തീന്റെയോ ഇംഗ്ലീഷിന്റെയോ പിടിയിൽ ഒതുങ്ങിയിരുന്ന വേദപുസ്തകങ്ങൾ സാധാരണ മലയാളിയുടെ വായനയിലേക്ക് കൊണ്ടുവരാൻ ഹെർമൻ ഗുണ്ടറ്റ് പോലെയുള്ള വിദേശീയരും പ്രാദേശിക പണ്ഡിതന്മാരും പരിശ്രമിച്ചു. ടിൻഡേൽ ഗ്രീക്കിൽ നിന്നും ഹീബ്രുവിൽ നിന്നും നേരിട്ട് മൊഴിമാറ്റം ചെയ്യാൻ ആഗ്രഹിച്ചതുപോലെ കേരളത്തിലെ പണ്ഡിതന്മാരും ക്രിസ്തീയ സഭയുടെ വാക്കുകളെ ലളിതമായ മലയാള ഗദ്യത്തിലേക്ക് മാറ്റിയെഴുതി. അവരുടെ ശ്രമഫലമായി ഓരോ മലയാളി വീട്ടിലും ബൈബിളെത്തി. ടിൻഡേലിന്റെ രക്തസാക്ഷിത്വം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ ഭാഷയിൽ നേരിട്ട് ദൈവവുമായി സംസാരിക്കാൻ സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യത്തിന്റെ അലകൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളിലൂടെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ച വിൽവാടയിലെ തീജ്വാലകൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലും മാതൃഭാഷയിലൂടെ അറിവിന്റെ വെളിച്ചം പകർന്നു.